Hello. Testing. എല്ലാവർക്കും നമസ്കാരം. ചെറിയ സ്ഥലത്ത് കണ്ടതുപോലെ സന്തോഷം. മെമ്പേഴ്സ് എല്ലാം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുസ്തകമായി ഇവിടെ കാണുന്നത് ദയവായിട്ട് ഓരോരുത്തരായിട്ട് അധികം സമയം എടുക്കാതെ 5 minutes ഒരു സെക്കൻഡ് മാത്രം. എൻ്റെ പേര് AC ജോർജ്. ഞാൻ ന്യൂയോർക്കറായിരുന്നു ഫോർമർ. ഇപ്പോൾ 18 വർഷമായിട്ട് ഇവിടെ സീന പ്ലാന്റേഷനിൽ താമസിക്കുന്നു. അത്ര തന്നെ. താങ്ക് യു. എൻ്റെ പേര് ഇന്നസെൻ്റ്. ഞാനൊരു അഡ്വക്കേറ്റാണ്. ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. ഇവിടുത്തെ 2 വർഷം താമസം. ഞാൻ ജേക്കബ് സാം. വളരെ ചുരുങ്ങിയ നാളുകളായിട്ട് വന്നിട്ട് 2 വർഷമേ ആവുന്നുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ താമസം. എൻ്റെ പേര് ടോം വിരുപ്പൻ. ഞാൻ നമ്മുടെ റൈറ്റേഴ്സ് ഫോറമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ പേര് വിജയറാം. എൻ്റെ ഡോക്ടർ മാത്യുവായിരുന്ന ഭവനത്തിൽ വിസിറ്റിനായിട്ട് വന്നിരിക്കുന്നതാണ്. എൻ്റെ മകളെ കെട്ടിച്ചിരിക്കുന്ന അവിടെയായിരുന്നു. അങ്ങനെ വന്നിരിക്കുന്നതാണ്. ബൊട്ടാനിക്കൽ എൻ്റെ സ്ഥലം. എൻ്റെ പേര് സാമുവൽ തോമസ്. കഴിഞ്ഞ 50 വർഷമായിട്ട് വാത്സല്യനായി താമസിക്കുന്നു. നമ്മളെ കൂടെ അയക്കാൻ ദൈവടയാക്കിയതിനായി ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. Architect, designer, 50 years in the industry. ജോൺ മാർക്കസ്. ഞാൻ ന്യൂയോർക്കിൽ 40 വർഷത്തോളമായിരുന്നു. ശേഷം ഇപ്പോൾ ഇവിടെ ഹൂസ്റ്റൺ വാസുദേവനായിട്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അടുത്തായിട്ട് സെക്രട്ടറി സെക്രട്ടറി സ്പീച്ചിന് അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം കോർഡിനേറ്റ് എൻ്റെ പേര് ചെറിയ മഠത്തിലേക്ക് ഇപ്പോഴത്തെ റൈറ്റേഴ്സ് പ്രസിഡന്റാണ്. ഞാൻ ജോൺ മാത്യു, ബ്രിട്ടീഷ് ഫോറത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. കഴിഞ്ഞ 35-36 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിലെ ആദ്യത്തെ സംഘടനയാണ്, സാഹിത്യ സംഘടനയാണ് ഹ്യൂസ്റ്റണിലെ കേരള റൈറ്റേഴ്സ് ഫോറം. ഇവിടെ ആദ്യകാലം മുതലുള്ള ഏതാനും അംഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരെ വീണ്ടും കാണുന്നതിൽ സന്തോഷമുണ്ട്. ഒന്ന് കൃത്യമായിട്ട് ഒരു കാര്യം, നമ്മുടെ പുതിയ ഓണേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ സമ്മതിക്കുന്നത്. അവർ നമ്മളോട് വളരെയധികം സഹകരിക്കുന്നുണ്ട്. അതിന് വളരെ താങ്ക്സ്. നമ്മൾ അവർക്ക് ഫുഡ് ഓർഡർ കൊടുത്തിട്ട് അവരെ ഒരു പ്രത്യേക കാര്യം പറയാം.
അതുപോലെ നമ്മുടെ അടുത്ത മീറ്റിംഗ് ഏപ്രിൽ 26-ാം തീയതി ആയിരിക്കും. ഏപ്രിൽ പോയട്രി മന്താണ്. അന്ന് ഏപ്രിലെ മീറ്റിങ്ങിൽ കവിതകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ആളുകൾ കഴിയുന്നത് കവിത എഴുതുന്നവർ വന്ന് സ്വീകരിക്കാനുള്ള സന്തോഷമാണ്. മറ്റൊന്നും പ്രത്യേകമായിട്ട് അറിയാനില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയിട്ട് ഈ ബുക്ക് പബ്ലിഷിംഗ് കോർഡിനേറ്ററുടെയിലേക്ക് ഞാൻ നയിച്ചു കൊടുക്കുന്നു. എൻ്റെ പേര് മാത്യു നെല്ലിക്കുന്ന. എനിക്ക് വന്നിട്ട് 51 വർഷം കഴിഞ്ഞു. ഹൂസ്റ്റണിൽ റൈറ്റേഴ്സ് ഫോറം ആരംഭം മുതൽ എൻ്റെ സജീവ പ്രവർത്തകനാണ്. ഇത്രയും ആളുകളെ ഇന്ന് കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റുന്നതിലും സന്തോഷമുണ്ട്. റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ അടുത്ത പുസ്തകം 22ാമത്തെ പുസ്തകം ഇറക്കാൻ ആലോചനകളിലിരിക്കുന്നു. അതുകൊണ്ട് രചനകൾ എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു. തരിക. കൂടുതൽ പറഞ്ഞു നൽകുന്നില്ല. എല്ലാവർക്കും കാണുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. Any other business? Any other questions about? ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ? ഇന്നത്തെ പ്രോഗ്രാമിന്റെ എല്ലാവർക്കും കോപ്പി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. കോപ്പി ഉള്ളൂ. ഇപ്പം ആദ്യമായിട്ട് ഡോക്ടർ സണ്ണി എഴുപത്തിയൂരിൻ്റെ ഏറ്റവും പുതിയ ബുക്കിൻ്റെ റിലീസിംഗ് ആണ്. അത് മിസ്റ്റർ ശമുവൽ തോമസ് ഹാൻഡ് ഓവർ ബുക്ക് ഡോക്ടർ CM ജേക്കബിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ്. അതൊക്കെ ഷോർട്ട് കമൻറ്റ് ബൈ മിസ്റ്റർ ശമുവൽ തോമസ്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ CM ജേക്കബ് ഏതാനും മിനിറ്റുകൾ സംസാരിക്കുന്നതായിരിക്കും. ഷോർട്ട് കമൻറ്റ് ബൈ മാത്യു നെല്ലിക്കുന്ന, ജോൺ മാത്യു വളരെ 2 മിനിറ്റ് 2 മിനിറ്റ് വീതം. കമൻറ്റ്സ് ബൈ മിസ്റ്റർ ഗോഡ്ഫ്രീ ഫ്രാൻസിസ്. Comments by the author. A song by Mr. Jacob Sam. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ബുക്ക് റിലീസിംഗ് കൂടെയുണ്ട്. തുടർന്നുള്ള ഗാന്ധമലയുടെ ബുക്ക്, അതായത് S. ജോർജ് മിസ്റ്റർ പ്രോഗ്രാം ബുക്ക് റിലീസിംഗ് 2-3 മിനിറ്റ്. അദ്ദേഹം S. ജോർജ് ഡോക്ടർ. അത് കഴിഞ്ഞിട്ടൊരു മലയാളം സ്റ്റോറിയുണ്ട്. അതിൻ്റെ കോപ്പി കൂടെ 10-12 കോപ്പി കണ്ടേജ് കിട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ഡിസ്കഷൻ ഉണ്ട്. താങ്ക്സ്. ഇനിയും ലിറ്റററി സെഷനാണ്. സാധാരണ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് ഒരു മോഡറേറ്റർ ഉണ്ട് മീറ്റിംഗ്. അദ്ദേഹത്തിനേക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. പ്രസിഡന്റ് എന്നോട് മോഡറേറ്റർ ഗുഡ് മോർണിംഗ്. എല്ലാവരെയും കേരള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ മീറ്റിംഗിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 4 വർഷം പ്രവർത്തിച്ചു. അതുപോലെ സെക്രട്ടറി ആയിട്ട് 2 വർഷം പ്രവർത്തിച്ചു. ഇന്ന് മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഫോണിൽ കൂടിയും മറ്റുമായിരുന്നു ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ ഈ കേരള കിച്ചണിൽ നടത്തുവാനായിട്ട് ഇടയായി. ഇതിൻ്റെ മാനേജ്മെൻറ്റ് മാറിയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഇപ്പോൾ പുതിയ മാനേജ്മെൻറ്റിലെ പ്രധാന വ്യക്തി മിസ്റ്റർ റിമൽ തോമസ് ആണ്. അദ്ദേഹം നമുക്ക് ഈ സ്ഥലം തന്നിട്ടുണ്ട്. തുടർന്നും ഈ ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദമുണ്ട്. നമുക്ക് തുടർച്ചയായിട്ട് മാസം തോറും ഇവിടെ മീറ്റിംഗ് നടത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് പ്രധാനമായിട്ട് ഒരു ബുക്ക് റിലീസാണ്. ഡോക്ടർ സണ്ണി എഴുപറ്റൂർ. ഞങ്ങൾ ഒരുമിച്ച് സാഹിത്യ പ്രവർത്തനങ്ങളിൽ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ടും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 57ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. സാഹിത്യരംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ധാരാളം ബുക്കുകൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രമല്ല, വിവിധ കാര്യങ്ങൾ. ഇന്ന് പ്രധാനമായിട്ട് ക്രിമേഷനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുമായിരിക്കും സാധാരണ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും
ക്രിമേഷൻ ചെയ്യാറില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ വളരെയധികം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ ഇവിടെ ആളുകൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് വായിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഞാൻ മിസ്റ്റർ സാമുവൽ തോമസ് ആൻഡ് ഡോക്ടർ CM ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ സാമുവൽ തോമസ് ഈ പുസ്തകം ഡോക്ടർ CM ജേക്കബിന് നൽകുന്നതായിരിക്കും. അതിനുശേഷം മിസ്റ്റർ സാമുവൽ തോമസ് ചെറിയ കമന്റ് നൽകുന്നതായിരിക്കും. പുസ്തക പ്രകാശനം നടക്കുവാൻ പോവാണ്. ആദ്യമായിട്ട് മിസ്റ്റർ സാമുവൽ തോമസ് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം പുസ്തകത്തിന്റെ കണ്ടന്റിനെ അടിസ്ഥാനമാക്കി ഡോക്ടർ CM ജേക്കബ് സംസാരിക്കും. May God's name be glorified. I am honored and grateful to be here with all of you this morning. As we have seen, we have released the 57th book of Dr. John Matthew. Mr. Matthew came to this country in the mid-70s. Ever since, God has been using him for his glory. I was blessed being with him in the same church for a number of years. He is well known as a speaker, Christian counselor, writer, church leader, and in so many other ways. I hope and pray that God will continue to use him for many more years for his glory. With that said, I'm concluding. May his name be glorified. Thank you. Dr. CM. This book is written in English language, so I have to give you some remarks in English language. Even though our Writers Forum is the Kerala Writers Forum, I'm so happy and appreciate Dr. Sunny Edmathu to write. God enabled him to write almost 57 books, and this is actually a record. In every aspect, he wrote many books: historical, scientific, theological, and he's a well-known writer in Kerala, especially among the brethren, church believers, and also all over the world through social media. Indeed, I have great joy and consider it a privilege to have received a copy of this book at its release. Hence, I extend my sincere thanks and gratitude for considering me as the recipient of this book at its release. This book addresses the question of cremation versus burial. It's an interesting question. That's why he named this book as a burning question. Burning question. The question is burning and the question is about burning. That is a very interesting factor. A topic raised by Brother Luis. He was one of the elders of San Antonio Assembly, and it explores whether cremation poses any issue and what happens to individuals during the resurrection of the saints. If we cremate a person, what will happen to the person at the time of the resurrection? And there are a lot of questions are there. Almost there are 9 chapters is there in this book. In each chapter is
talking about different subjects. The book comprises 9 chapters covering subjects like cremation, burial, resurrection, transformed bodies, and intermediate state. Intermediate state means after the death, what will happen to the soul and the spirit and the body, and what will happen. And this is the intermediate stage is before the resurrection and after the death. That's what he mentioned there. I appreciate how the author thoughtfully evaluates these questions based on the Holy Scripture. We have to appreciate, because the basis of Christian faith and practice is the Holy Scripture. So he was evaluating this subject based on the Holy Scripture, because the question, the burning question, is about among the believers of Christendom. So he was evaluating this based on the Holy Scripture, because what the Holy Scripture says, whenever we have a question about our faith and practice, the question we are supposed to ask what the Holy Scripture says. That's what he did it. And I appreciate how the author thoughtfully evaluates these questions based on the Holy Scripture. As we progress through chapter 1 to 9, we might wonder about the conclusion of the posing question, because in the 1 to 9, the chapter, he did not give any answer. He was critically evaluating the problem. He was highlighting so many verses from the Holy Scripture, from Genesis to Revelation, and he was highlighting different verses, and he was bringing the points to the mind of the people, what is right and what is wrong. That I appreciate, because it's a structured way of evaluation, because he is a scholar. When we call him, we call Dr. Sunny Ilmettur. He didn't receive his doctoral position because he did this one through research, and he submitted his thesis and he got it. So he has got an aptitude of studying any subject in a research mentality, and then present the subject topic in a way, structured way. Structured way means you will talk about all the issues of that subject, and then you will come to the conclusion. That's what I said, that from when we read chapter 1 to 9, we will not understand what he is going to say finally. But when we reach to the last chapter, it's not a chapter, we say epilogue, that's what we say, conclusion. There, however, the author addressed this issue directly, and upon reading the epilogue, the final answers became clear. We know what is right, whether we should do cremation or we do burial during the funeral service, or there is any issue related to the cremation. This is what he was trying to present through this book. Actually, I appreciate the author, and I will also encourage all of you, please read it, so that we will have a better understanding about cremation, and if there is any problem with the cremation. The scripture provides sufficient evidence for the burial, and the burial is the pattern used in scripture and historically followed by the church, and we have so many examples from Adam to the first Adam and to the second Adam of our Lord Jesus Christ. Then, is there any problem with the cremation? That mostly Africa, he mentioned that when mostly Africa and Asian countries, they follow burial. But when it comes to the USA, the problem is financial issue. The question is dollar. The dollar. What do you do with the dollar? If you want to bury a person, you need at least to spend $30,000, for that purpose. Unless otherwise you have an insurance, you have to keep this money at the bank. Otherwise you will be giving a burden for your successors to take care of this one. That's the problem. Normally in India, most of the people, and my elder brother who is an evangelist, he usually say, live in Kerala, we can have a good life because if you have money. Then when you want to die, go and die in USA, because they will get a kingly funeral service. We don't say that as a funeral service, homegoing service, viewing service, and you will have big dignity, and there will be a lot of services related to that one. So he also explained, is there any problem with the cremation? If we have a problem, then we have a big question. He said cremation will not have any impact in resurrection. Cremation means you are burning the body. There is no impact on the resurrection. If you say that we have an impact, then Apostle Paul was burned alive. Burned alive, that's what we read in history. Nero, the king, burned him, in the garden, in his garden. So many Christians were died by burning. That was a persecution.
So we have to say that one. Many are burned alive as a part of Christian persecution, including Apostle Paul. Also, many believers died. Even in the USA, we know the incident of 9/11. Many people died. There are a lot of believers are there. And what will happen to them? If you say cremation, we have a problem. Then we have a problem with these people who died through fire. So, also many believers died due to the fire incidents. So we say that one cremation, the author says very clearly, cremation will not have any impact during the resurrection. And we believe that one. Even the unbelievers, those who were cremated, will also resurrect in the final resurrection to stand before the white throne before they will be casted to the lake of fire. So there will be another cremation. But there they will not die. That is because we call it fire. Hell is eternal hell. So they will stay there forever. Am I right? The author. So the conclusion is that all Christians should practice Christian burial unless extraordinary circumstances do not permit. So there is no impact of cremation during the resurrection. That's the conclusion of this book. Actually, he handled a very controversial, subject. I appreciate the author because he is interested. Last time when I was here, most of us were here. He was handling a subject called tattoo. This all. I don't know how much courage he got to handle this type of books. Most of the Christian authors, they don't like to write any controversial subject. The moment you write any controversial subject, you will be questioned a group of people because we have a mindset. We born and brought up, even though we are 50 years in the USA, still we are following the 100 years old Kerala mind, He has another book, which is a typical Kerala mind, how it will be. There is a book also is there. So we have some traditional things in our mind. So the author, he concluded in his epilogue that he said that there is no impact of cremation during the resurrection. But the biblical method which they have followed, and it is the appreciated method of funeral service, because during the funeral service we are proclaiming that one, there is a day, and in that day he will resurrect, and our Lord Jesus Christ is going to come. That's why he said that we appreciate burial service unless otherwise there is a particular reason for that one. I appreciate the writer, and I wish may God give him good health so that he can write more books in the coming days. And thank you very much for this time. Thank you. After reading the book, Dr. C.M. Jacob gave a good summary of this book. So it is a debatable topic. You may agree or disagree with this topic. But if you want to know more about this book, please get a copy from Dr. Sunny Edmattur so you can get more information about this book. So let us move to other short comments on Mr. Matthew Nelikunda. One more word, I'm sorry to add it. The interesting factor is the book is written by Dr. Sunny Edmattur, and it is released by Sunny, and it is received by Sunny. This is the big impact on this By the way, Dr. Sunny Edmattur writers for വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ 57ാമത്തെ പുസ്തകത്തിന് മാറ്റണം. അദ്ദേഹത്തിൻ്റെ അത് ഊരിയിടും. അദ്ദേഹത്തിൻ്റെ 57ാമത്തെ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, സാഹിത്യ സമ്മേളനമായിട്ട്. പുതിയ പുസ്തകം ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ഞാൻ അഭിപ്രായമൊന്നും ഇപ്പോൾ പറയുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
അടുത്തതായിട്ട് മിസ്റ്റർ ജോൺ മാത്യു സംസാരിക്കുന്നത്. സണ്ണിയുടെ ബുക്ക് സണ്ണിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അതിനൊപ്പം പറഞ്ഞു കൂടെ ചേർക്കുകയാണ്. റൈറ്റേഴ്സ് ഫോറത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൽ വരണമെങ്കിൽ മാത്യു ആയിരിക്കണം. മാത്യു നെല്ലിക്കുന്ന ജോൺ മാത്യു മോർത്തി മാത്യു വൈരമൻ മാത്യു മത്തായി പ്രൊഫസറാണ്. ഓക്കെ, റൈറ്റേഴ്സ് ഫോറത്തിന്റെ 35 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ മെമ്പർ കൂടെയാണ് ഡോക്ടർ സണ്ണി എഴുമറ്റൂർ. അദ്ദേഹത്തിന്റെ 57ാമത്തെ ബുക്ക് ഇവിടെ പ്രസിദ്ധീകരിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പേര് ഇവിടെ വന്നതിലും കാണുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം ഇതുപോലുള്ള വിഷയങ്ങളെപ്പറ്റി ഇനിയും ബുക്കുകൾ എഴുതും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റണിൽ ധാരാളം എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മറ്റ് വെളിയിൽ നിന്ന് വരുന്ന ധാരാളം എഴുത്തുകാരെയും സാഹിത്യ താല്പര്യങ്ങൾക്കും ഇതൊരു വേദിയായിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ഒന്നും പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ സണ്ണി എഴുമറ്റൂരിന് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഒരേ ലൈനിൽ വരുമ്പോഴാണ് നമ്മളെ ഞാൻ എൻ്റെ ഒരു വളരെക്കാലത്തെ ഒരു സുഹൃത്താണ് മിസ്റ്റർ റോയ്. അദ്ദേഹം ആദ്യമായിട്ട് റൈറ്റേഴ്സ് ഫോറത്തിൽ മുന്നിൽ വരുന്നു. സ്വാഗതം പറയുകയാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. സോറി, അല്പം ലേറ്റ് ആയിട്ടാണ് സാറ്റർഡേ പ്രോഗ്രാം ഫിക്സ് ആണ്. അദ്ദേഹം ഒരു വലിയ സാഹിത്യ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമാണ്. ഒരു കുറേ വർഷം മുമ്പ് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്നെയൊക്കെ വിളിച്ചു വന്നത് കവിത എഴുതുന്നതാണ്. ഇവിടെയായിരുന്നു കവിത എഴുതുന്നു എല്ലാവരും. പിറ്റേ ദിവസം മീറ്റിങ്ങിൽ ഞാനൊരു കവിത ഡോക്ടർ മുഖത്തേക്ക് വായിച്ചു. അദ്ദേഹം തന്നെ കലോപാസകനാണ്. ഈ ആദ്യമായിട്ട് പറഞ്ഞ സ്വാഗതമുണ്ട്. എല്ലാ മീറ്റിങ്ങിൽ വരണം. താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ. റോയിയായിട്ട് എനിക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ടതിൽ വളരെ സന്തോഷം. തുടർച്ചയായിട്ട് വരിക. ഇനി അടുത്തായിട്ട് പാസ്റ്റർ മാണി വർഗീസ് രണ്ടുപേരും. താങ്ക് യു. മലയാളികളായിട്ടുള്ള സഹോദരങ്ങളെ, സ്നേഹിതരെ കണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ബ്രദർ ജോൺ മാത്യുവിന് എൻ്റെ നന്ദി. കാരണം ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടത്തിൽ വന്നത്. സ്തോത്രം. ഞാൻ ഒരു സുവിശേഷകനാണ്. അപ്പോൾ അതിനുള്ള അവസരം ഇല്ലായെങ്കിൽ ഇദ്ദേഹത്തെ അനുമോദിക്കേണ്ടത് ആവശ്യമാകിയാൽ ദൈവനാമ അമൃതത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു വാചകത്തിന് പറയട്ടെ, നമ്മളെല്ലാവരും ഒരു ഹൈവേ, സൂപ്പർ ഹൈവേ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അങ്ങനെ റൈറ്റിന് വേണ്ടി എഴുതിയാണ് ഞാൻ ട്രംപുമായിട്ട് പരിചയപ്പെട്ടത്. എന്തായാലും ഇവിടെ വരെ വന്നെത്തി. അധികം നാളില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമ്മളെല്ലാവരും ഇവിടുന്ന് മരിച്ചടക്കാം. ക്രിമേഷനായാലും എങ്ങനെയായാലും ഇവിടെ പോകും. സോ അതിനുള്ള ഒരു സമയം നമ്മുടെ ഇവിടെയുള്ള ജീവിതകാലം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. അതിന് അവസരമില്ല. നിങ്ങളെല്ലാവരെയും സ്വർഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം ചെയ്യും. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഓദർ സംസാരിക്കുന്നതായിരിക്കും ഡോക്ടർ സണ്ണി എഴുമറ്റൂർ. ഈ പുസ്തകത്തെ കുറിച്ച് എഴുതിയ ആൾക്ക് ആധികാരികമായിട്ട് പറയാൻ പലതുമുണ്ട്. അദ്ദേഹത്തെ അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. First of all, I want to thank the organizers of the Kerala Writers Forum, the President, Secretary, and the other organizers, and especially the program coordinator, John Matthew Nellikundan,
and organized this in a perfect way. So I also want to thank the people who participated in releasing this book, for Samuel Thomas, Dr. C.M. Jacob, and especially giving a good summary of cremation. And I write many books, not because I want to write, because many people ask me to write, because there are a lot of burning problems in this world. For example, in San Antonio, a church pastor called me 2023 and asked me to write a book about cremation, because in the church there are a lot of people have conflicts and debates. Some people are for cremation because of financial difficulties. Some people want burial. They say it's not proper. So he asked me my opinion, and I gave an opinion, and I promised him to write a small booklet. So this booklet deals with that question. Cremation is okay, it's not anything. My philosophy is that we shouldn't go any extreme stand in politics, social, religion, or anything like that. We should have a balanced opinion. Cremation is what people do, and I don't want to demonize them or criticize them. So that's their choice. But there is a way for every religion. Hindus have a way, Christians have another way. So Christians usually we prefer burial. So I have highlighted both issues, cremation and burial. And when you read it, you will get a balanced view. And thank you for coming, especially all the distinguished guests who came today to honor this meeting, and Pastor Mani Varghese and the wife and many others who came. I'm really glad and appreciate and may His name be glorified. Thank you. നമുക്ക് മീറ്റിംഗ് 1:30 അവസാനിപ്പിക്കണം. അതനുസരിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. 1-2 പേരെ കൂടെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം, ഫോമയുടെ പ്രവർത്തനായ ഷാജി നമ്മുടെ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്കിലായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നു. ഡിട്രോയിറ്റിൽ നിന്ന് മൂവ് ചെയ്ത് വന്ന മിസ്റ്റർ സുരേന്ദ്രൻ നായർ, അദ്ദേഹവും നല്ല സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനാണ്. അവരൊക്കെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതായിട്ട് അത് പുസ്തക പ്രകാശനമാണ്. സോറി, എ സോങ് ബൈ മിസ്റ്റർ ജേക്കബ് സാർ. അതിനുശേഷം ആയിരിക്കും അടുത്ത പുസ്തക പ്രകാശനം. മിസ്റ്റർ ജേക്കബ് സാർ. പവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ്റെ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ്റെ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടി
മോടിയുള്ളതായി മാറ്റണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. പീഡകളേതും ധീരമായേൽക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ. ശക്തിയും ഞങ്ങൾക്കേകണേ. പീഡകളേതും ധീരമായേൽക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ. ശക്തിയും ഞങ്ങൾക്കേകണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. സ്നേഹസംഗീതം പാടുന്നു. നല്ലൊരു പ്രാർത്ഥനാ ഗാനമാണ്. നല്ല വരികളുമാണ്, നല്ല ട്യൂണുമുണ്ട്. താങ്ക് യു. മുഴുവൻ കേട്ടില്ല. പിന്നീട് അവസരം അല്ല അത് സ്റ്റോറി അടുത്ത പുസ്തക പ്രകാശനമാണ്. ഇളമത, കാനഡയിലുള്ള ഇളമത എഴുതിയ പുസ്തകമാണ്. മിസ്റ്റർ AC ജോർജ് അല്ല, മിസ്റ്റർ ജോൺ മാത്യു അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മിസ്റ്റർ AC ജോർജ്, മിസ്സസ് ബോബി മാത്യുവിന് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നത്. ഒരു പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമാണ് ഈ പ്രോഗ്രാമിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോൺ ഇളമതയുടെ എഴുത്തുകൾ ഇവിടെ വായനക്കാർക്ക് വളരെ പരിചിതമാണ്. അദ്ദേഹം കാനഡയിലെ ടൊറന്റോയിലാണ്. ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ഇവിടെ പ്രകാശനം ചെയ്യണമെന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു. അതനുസരിച്ചാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം കഴിയും. ആദ്യമായിട്ട് പുസ്തകം ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം AC ജോർജ് 2-3 മിനിറ്റ് ടോക്ക് ചെയ്യുന്നതായിരിക്കും. ഇവിടെ AC ജോർജിനെ ക്ഷണിക്കുന്നു. മിസ്സസ് ബോബി മാത്യു 2 കോപ്പി ഉണ്ടല്ലോ. ജോൺ ഇളമതയ്ക്ക് വേണ്ടി ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാനുള്ള അവസരം തന്ന കേരള റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റൺ, അതേമാതിരി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സാഹിത്യ ആസ്വാദകര്, വായനക്കാര്, എഴുത്തുകാര് എല്ലാം വേണ്ടി ഞാൻ ജോൺ ഇളമതയ്ക്ക് വേണ്ടി ഇവിടെ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിന്റെ പേര് ജീവിക്കാൻ മറന്നുപോയവർ. ഞാനിത് മിസ്സസ് ബോബി മാത്യുവിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. താങ്ക് യു. വീണ്ടും പ്രിയ സുഹൃത്തുക്കളെ, ജോൺ ഇളമത 2-3 വർഷം മുൻപ് ഇവിടെ വന്നിരുന്നു. ഇവിടെ 1-2 സാഹിത്യ സദസ്സുകളിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. 1970-കളിൽ വടക്കേ അമേരിക്കയിലേക്ക്, പ്രത്യേകിച്ച് കാനഡയിലേക്ക് കുടിയേറിയ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ, ഒന്ന് തൊലിക്കട്ടി, ഹാസ്യ ചിത്രീകരണം. അടുത്തത് എനിവേ യുവർ വൈഫ് ഈസ് സോ നൈസ്. അടുത്തത് അച്ചായൻ അമേരിക്കയിൽ. ഇതെല്ലാം ഹാസ്യ ചിത്രീകരണങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, അഷ്ടപഞ്ചമി യോഗം ഹാസ്യ നാടകം, ബന്ധനങ്ങൾ നാടകം, നോവലുകൾ മന്ന പൊഴിയുന്ന മണ്ണിൽ, മോശ, നെന്മാണിക്യം, ബുദ്ധൻ, സോക്രട്ടീസ്, മാർക്കപ്പോളോ, മേപ്പിൾ മരങ്ങളിൽ മഞ്ഞ് വീഴുമ്പോൾ, കഥ പറയുന്ന കല്ലുകൾ, ഫ്ലൂ, ശ്രീബുദ്ധൻ, അത് ഇംഗ്ലീഷിലാണ്, ദ ജേർണി, ചൈന അമേരിക്കൻ എന്നുള്ളത് ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം, സ്വയംവരം, പിന്നെ അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ ഒരു കൂട്ടം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ടൊറോണ്ടോയിലെ ഹോസ്പിറ്റലിൽ 1.5 മാസമായിട്ട് വെന്റിലേറ്ററിലാണ്. ഞാൻ അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന കല്ലുകൾ എന്ന ആ പുസ്തകം പ്രകാശനം തിരുവല്ല അടുത്തത് മന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് കേട്ടിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ മന്നാറിൽ വെച്ചായിരുന്നു പ്രകാശനം. ഞാൻ അവസരത്തിൽ കൊച്ചിയിലുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചു. അത് കേരളത്തിലെ പ്രകാശന കർമ്മത്തിലും പങ്കെടുക്കാനുള്ള ഒരു അസുലഭമായ ഭാഗ്യം അന്ന് എനിക്കുണ്ടായി. അതിനുശേഷം ഈ പ്രാവശ്യവും ഞാൻ കേരളത്തിൽ ഏകദേശം 2.5 മാസം പൈങ്ങോട്ടൂർ തൊടുവഴി അടുത്ത് മാത്യുകുന്ന് സാറിൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പൈങ്ങോട്ടൂർ എന്ന് പറയും. ഇത് ഒരു പൊത്താനിക്കാടുകാരൻ വന്നിട്ടുണ്ട് ഇവിടെ കണ്ട് സന്തോഷം. അതിനപ്പുറം പിന്നീട് ഞാനിങ്ങനെ കൊച്ചിയിലും പൈങ്ങോട്ടൂരും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ഞാൻ രോഗബാധിതനായിരുന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഹോസ്പിറ്റൽ അവിടെ ഒരു നമ്മുടെ MLA അവിടെ വീണല്ലോ, ഉമാ തോമസ്. ആ അവസരത്തിൽ ഞാനും ആ ഹോസ്പിറ്റലിലുണ്ട്. സത്യത്തിൽ ആ ഹോസ്പിറ്റലിൽ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ഞാനുണ്ട്. അപ്പോൾ അതൊന്ന് സന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പ്രത്യേകിച്ച് ഈ നോവല് മണ്ണിൻ്റെ മണമുള്ള ഒരു നോവൽ, കേരള മണ്ണിൻ്റെയും അമേരിക്കൻ മണ്ണിൻ്റെയും മണമുള്ള ഒരു നോവൽ. നമ്മുടെ അനുദിന ജീവിതത്തെ വളരെ ഗാഢമായി സ്പർശിക്കുന്ന ഒരു നോവലാണ്. ചിലരുടെയെങ്കിലും ഇത് ഞാനാണോ എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷെ അതെല്ലാം സാന്ദർഭികമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വളർന്ന തിരുവല്ല മധ്യ തിരുവിതാംകൂർ, അവിടെയുള്ള ജനങ്ങളുടെ ജീവിത വർണ്ണനകളുണ്ട്. അതിനുശേഷം അമേരിക്കയിലേക്ക് കുടിയേറിയ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് 70കളിൽ കപ്പലുകളിൽ, 70കൾക്ക് മുമ്പ് കപ്പലുകളിലാണല്ലോ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്, ഇവിടെ കുടിയേറ്റം. ആ ചരിത്രം, അതായത് ഒരു ചരിത്രം നോവൽ എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ആദ്യകാല മലയാളി കുടിയേറ്റക്കാരുടെ ജീവിതായോധന ചരിത്രം, അവരെങ്ങനെ ഇവിടെ സർവൈവ് ചെയ്തു, അത് വളരെ കുറച്ചൊക്കെ ഹാസ്യമുണ്ട് ഇതിനകത്ത്. അപ്പോ അത് ഇത്രയേ ഉള്ളൂ. അത് ഇവിടെ മധ്യ തിരുവിതാംകൂറിലെ സാമ്പത്തിക സ്രോതസ്, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിദേശ മലയാളികളാണെന്ന് നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ ആദ്യകാലത്ത് കുടിയേറിയ മലയാളി നേഴ്സുമാര്. അപ്പൊ അവരുടെ വാലിൽ തൂങ്ങി, അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാനല്ല. അവരുടെ വാലിൽ തൂങ്ങി ധാരാളം പേര്, യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരുമായ ആളുകള് അമേരിക്കയിലെത്തി. ഓക്കെ, ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നു, അന്നമ്മ രജിസ്റ്റേർഡ് നേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്നമ്മയെ വിവാഹം കഴിച്ച സണ്ണി എന്ന MA ബിരുദധാരി അവിടെ തിരുവല്ലയിൽ നിന്ന് വരികയാണ്. ഓക്കെ, സണ്ണിക്കാരി MA ആണ്, നല്ല പഠിപ്പൊക്കെ ഉണ്ട്. പക്ഷേ അവര് ഈ അന്നമ്മ അമേരിക്കയിൽ എത്തിയത് 6 നഴ്സസ് ഒപ്പമാണ്. 6 പേർക്ക് ഒരുമിച്ച് വീസ കിട്ടി. അവർ കപ്പലിൽ യാത്ര ചെയ്തു, ഇവിടെ എത്തി. അന്നമ്മ ആദ്യം തന്നെ പരീക്ഷ പലതെഴുതി തോറ്റു തുന്നം പാടി. പിന്നീട്
പഠിച്ചു. നഴ്സിംഗ് സ്കൂളിൽ ഇവിടെ പോയി പല അഭ്യാസങ്ങൾ നടത്തി. ചോദ്യപേപ്പർ ഫ്രീ ആയിട്ട് അടിച്ചെടുക്കാവൂ, അതും ശ്രമിച്ചു. അവസാനം ചോദ്യപേപ്പർ കിട്ടിയില്ല, ചോർച്ച ഉണ്ടായില്ല. അവര് ഈ റോബർട്ട് ബ്രൂസ് ചാടുന്ന മതിൽ 11ാം വട്ടം ചാടി. നമ്മുടെ അന്നമ്മ ആറൻ എന്ന പരീക്ഷ പാസ്സായി. ആറൻ ജോലി കിട്ടി, ടൊറോട്ടോയിൽ ജോലി ആരംഭിച്ചു. അതിനുശേഷം ജോലി കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. വിവാഹം കഴിക്കണം ഒക്കെ പത്രത്തിൽ പരസ്യം ചെയ്തു. അന്നമ്മയെ കെട്ടാൻ അമേരിക്കൻ നേഴ്സ് ഇവിടെ എയർ ഇന്ത്യയിൽ വന്നിറങ്ങുന്നു. അപ്പോ കെട്ടാനായിട്ട് ആണുങ്ങളെ ക്യൂ നിൽക്കുകയാണ്. ധാരാളം പേര് MA-ക്കാര്, ഡോക്ടേഴ്സ്, MSc-ക്കാരെല്ലാം ക്യൂ നിൽക്കുകയാണ്. അപ്പോ അന്നമ്മയുടെ കഴുത്തിൽ ഒക്കെ മാല ചാർത്താനുള്ള സൗഭാഗ്യം വന്നത് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണി ആണ്. MA സണ്ണി 72 സാറല്ല കേട്ടോ. അപ്പോ ഇതെല്ലാം ഇങ്ങോട്ട് കുടിയേറി. അപ്പൊ കുടിയേറി അദ്ദേഹം അന്നമ്മ കല്ലെ പിളർക്കുന്ന ആജ്ഞാപനമായിരുന്നു അന്നമ്മയ്ക്ക് എപ്പോഴും. സണ്ണി കുടിയേറിയിട്ടും സണ്ണിക്ക് ഇംഗ്ലീഷ് ശരിയായിട്ട് പിടിയില്ല. കാര്യം MA ആണ്. അദ്ദേഹമൊക്കെ ഇംഗ്ലീഷ് നല്ല സ്ഫുടമായിട്ട് പറയുന്നു. അപ്പോ സണ്ണിക്ക് ഇംഗ്ലീഷ് പിടിയില്ല. അതുകൊണ്ട് അന്നമ്മ പറഞ്ഞു, ഈ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ കുത്തിയിരുന്നോളണം. ആര് വന്ന് ബെല്ലടിച്ചാലും ആൻസർ ചെയ്യരുത്. ആരോടും ഫോൺ പോലും എടുക്കരുത്. ഫോൺ വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാവുള്ളൂ, സംസാരിക്കരുത്. കല്ലെ പിഴക്കുന്ന ആജ്ഞ എല്ലാ അർത്ഥത്തിലും. അപ്പൊ സണ്ണി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ജോലി തനിക്കിപ്പോ തൽക്കാലം ഒരു ജോലി ചെയ്ത് ഞാൻ 2.5 ചെയ്തോളാം. കഞ്ഞങ്ങൾ തീറ്റി പൊട്ടിക്കൊള്ളാം. താനിവിടെ കുത്തിയിരിക്കുക, പാത്രം കഴുകുക, താനിവിടെ വീടെല്ലാം ക്ലീൻ ചെയ്യുക, ഭാഗ്യം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്ക് പിന്നെ ഉറങ്ങിക്കും. അപ്പൊ സണ്ണി ആകപ്പാട് ഒരു വെപ്രാളത്തിലായി. അമേരിക്കയിൽ വന്നു, അല്ല ഈ പറയുന്നത് കാനഡയിൽ വന്നു പെട്ടു. എന്നാലും എന്ത് ചെയ്യാനാ, അന്നമ്മയെ കാണുമ്പോൾ സണ്ണിക്ക് വിറയലായിപ്പോഴും. ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അന്നമ്മ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോ സണ്ണിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന സണ്ണിയും അന്നമ്മയും താമസിക്കുന്ന വീടിന്റെ അടുത്ത് പോൾ എന്നുള്ള മറ്റൊരു മലയാളി നേഴ്സിനെ കെട്ടി പോൾ വന്നിരിക്കുകയാണ്. പോളും ഇങ്ങനെ കുറെയൊക്കെ സഹിച്ചു. അവസാനം പോൾ എന്ത് ചെയ്തു? പോളിന്റെ ഭാര്യയുടെ പേരാണ് ആച്ചിയമ്മ. ഒരു പ്രകാരത്തില് ആച്ചിയമ്മയെ സോപ്പിട്ട് സുഖിപ്പിച്ച് പോള് കുറച്ചൊക്കെ വെളിയിലേക്ക് ശ്വാസം വിടാനായിട്ട് ചാടി. പോൾ അതിനുശേഷം റിയൽ എസ്റ്റേറ്റിലേക്ക് ചാടി. അദ്ദേഹം പഴയ കെട്ടിടങ്ങള് പണിത് അത് വിൽക്കാൻ ആരംഭിച്ചു. അങ്ങനെ പോളിന് സ്വയം ഒരു ദീർഘകണ്ണിയായി, സ്വയം അഡ്രസ്സായി, ബാങ്ക് ബാലൻസ് ആയി. അങ്ങനെ ആ പോള് ഒരിക്കൽ ഈ പറയുന്ന അന്നമ്മയുടെ വീട്ടിൽ അന്നമ്മ ജോലി ചെയ്യുമ്പോൾ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു. പോള് ഈ പറയുന്ന നമ്മുടെ സണ്ണി വിറച്ചു വാതിൽ തുറന്നു. എന്നോട് അന്നമ്മ പറഞ്ഞിരിക്കുന്നു വാതിൽ തുറക്കരുത്, എന്താണെങ്കിലും പേടിച്ച്. അപ്പൊ പോള് പറഞ്ഞു, എന്റെ കൂടെ ചേർന്നു. സാറും തിരുവല്ലായി ആ ഭാഗത്ത് നിന്ന് മല്ലപ്പള്ളിയിൽ എവിടെയോ എവിടെയോ വന്നതാണ്, മറ്റൊന്നും എഴുതിയിട്ടുള്ളൂ. അപ്പൊ വന്നു. അപ്പൊ കൂടിക്കോന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, അന്നമ്മയോട് പെർമിഷൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ഇങ്ങനെ വാതിലേൽ മുട്ടി തുറക്കരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞില്ല. പിന്നെ ഒരിക്കൽ ഒരു സുപ്രഭാതത്തില് അന്നമ്മ വന്ന് പറഞ്ഞോളൂ, അവിടെ ഒരു പോളും ആച്ചിയമ്മയുണ്ട്, ഓക്കെ, അവരുടെ കൂടെ വേണമെങ്കിൽ തന്നെ ഞാൻ ഒരു ചെറിയ പണിക്ക് വിടാം. അപ്പോ ഇദ്ദേഹത്തിന് സന്തോഷമായി. ഇദ്ദേഹം പണ്ട് ഇവരെ കണ്ട് പരിചയപ്പെട്ട് ഇവരൊന്നും പറഞ്ഞില്ല. അപ്പൊ അവിടെ ചെന്നു. അപ്പൊ അവിടെ വന്ന് പുള്ളി കുറെ പണികളൊക്കെ പഠിച്ചു. അതിനുശേഷം പുള്ളി സ്വന്തം ബേസ്മെന്റ് പെർമിഷനൊക്കെ എടുക്കണം. അപ്പൊ പോള് പറഞ്ഞു, പെർമിഷനൊക്കെ എടുത്താൽ ടാക്സ് കൂടും,
അതുകൊണ്ട് സിറ്റിയുടെ പെർമിഷൻ ഒന്നും എടുക്കണ്ട, അവിടെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പണവും. അങ്ങനെ അദ്ദേഹം അവിടെ പണതും പതുക്കെ. അതിനിടയിൽ ഒരു പെൺകുഞ്ഞ് പറഞ്ഞു അന്നമ്മയ്ക്കും സണ്ണിക്കുമായിട്ട്. അപ്പോ അന്നമ്മ പറഞ്ഞു, നിങ്ങൾക്ക് ആർജവമില്ല, നമുക്ക് വേണ്ടതൊരു ആൺകുഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ശരിയായ ഉന്മേഷവും ആർജവവും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പെൺകുഞ്ഞ് പറഞ്ഞത്. പെൺകുഞ്ഞിന് വിലയില്ല എവിടെയാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ പോക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾക്ക് നാക്ക് ഉയർന്നതാണ്, ആർജവം നിനക്കും വേണമല്ലോ, പക്ഷെ പറഞ്ഞില്ല, പേടിച്ചിട്ട്. അതിനുശേഷം പിന്നീട് ശരി അടുത്തത് ആൺകുഞ്ഞായില്ല. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സോറി, അപ്പൊ കഥ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതിനുശേഷം രണ്ടാമതും പറഞ്ഞത് ഒരു പെൺകുഞ്ഞാണ്. അന്നേരം തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, താനൊരു പായ വസ്തുവാ. എന്ത് ചെയ്യാൻ രണ്ടാമത് പെൺകുഞ്ഞ് പറഞ്ഞിരിക്കുന്നു, ആർജവമില്ലാത്ത, ശക്തിയില്ലാത്ത, പവർലെസ് ഫെലോ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലൊക്കെ വളരെ ബുദ്ധിമുട്ട്. അവസാനം ശരി അടുത്തതിൽ നമുക്ക് നോക്കാം ആർജവം ഉണ്ടോ എന്ന്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞു വയൽ വീർത്തു, അന്നമ്മയുടെ വയൽ വീർത്തു. ആ പടെ ഓക്കെ, ഇപ്രാവശ്യമെങ്കിലും ആർജവം ഉണ്ടോ എന്ന്, പവർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സൗഭാഗ്യം അവിടെ ഒന്നു, ദൈവം അനുഗ്രഹിച്ചു, കുട്ടി ആളായിരുന്നു. ഓക്കെ, ഞാനത് സരസമായിട്ടുള്ളതാണ്, ഞാൻ സമ്മപ്പ് ചെയ്യാം. അതിനുശേഷം ഇവര് തമ്മിൽ തല്ലിപ്പിരിഞ്ഞു. പെട്ടെന്ന് ഞാൻ പറയുകയാണ്, തല്ലിപ്പിരിഞ്ഞു, വിവാഹം മോചനം നേടി. സണ്ണി വലിയ റിയൽ എസ്റ്റേറ്റ് ബിൽഡറായിട്ട് വളർന്നു. അതിനുശേഷം സണ്ണി പോയി വേറെ ഒരു ചിന്നമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കിട്ടി. രണ്ടാമത് ഓക്കെ, ചിന്നമ്മയ്ക്ക് കുട്ടികളില്ല. അപ്പൊ അവിടെ ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ അന്നമ്മയുടെ പിള്ളേരെല്ലാം അന്നമ്മയെ ഇട്ടിട്ട് പോയി, പിള്ളേര് ഡ്രഗിയായി. അതിനുശേഷം അന്നമ്മ നേഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണ്. ആരാരുമില്ലാതെ നേഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണ്. അന്നമ്മയ്ക്ക് നേഴ്സിംഗ് ഹോം മലമൂത്ര വിസർജന ബെഡിന് അങ്ങനെ ബുദ്ധിമുട്ടി അന്നമ്മ മരിക്കുന്നു. അതവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ അതേമാതിരി തന്നെ സണ്ണി കല്യാണമൊക്കെ കഴിച്ചു. സണ്ണിയുടെ ആദ്യ പിള്ളേരെല്ലാം സണ്ണിയെ ഉപേക്ഷിച്ചു. സണ്ണിയും അവസാനം സണ്ണിക്കും വലിയൊരു രോഗബാധിതനായി. സണ്ണിയും ഏതാണ്ട് 70-ാം വയസ്സിൽ അങ്ങ് അന്നമ്മ കിടക്കുന്ന നഴ്സിംഗ് ഹോമിൽ, അന്നമ്മ അതിനു മുമ്പേ പോയി നഴ്സിംഗ് ഹോമിൽ അഭയം പ്രാപിക്കുന്നു. നഴ്സിംഗ് ഹോമിൽ വേറെ ചില നഴ്സസ് എടുത്ത് അന്നമ്മ ഈ പറയുന്ന സണ്ണിയെ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടും തുപ്പും. സണ്ണിയെ ഈ പറയുന്ന എടുത്ത് മേലോട്ടൊക്കെ എറി. ഈ പറയുന്നത് സണ്ണി ഭയങ്കര കുഴപ്പക്കാരനായതുകൊണ്ട് രോഗം വരുമ്പോൾ നമ്മളെല്ലാം കുഴപ്പക്കാരാകുമല്ലോ, ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ചില അമേരിക്കൻ നഴ്സസൊക്കെ വന്ന് എടുത്തെറിയുകയൊക്കെ ചെയ്യും ദേഷ്യം കൊണ്ട്. അങ്ങനെ സണ്ണി ജീവിതം അവസാനിപ്പിക്കുന്നു. ആ ഒരു കാര്യമാണ് ഈ നോവലില്. എന്താ അതിന്റെ പേര് ഞാൻ പറഞ്ഞു, ജീവിക്കാൻ മറന്നുപോയ. സത്യത്തിൽ അവരെല്ലാം ഓരോ അർത്ഥത്തിൽ ജീവിക്കാൻ മറന്നുപോയ അദ്ദേഹം നമ്മുടെ ജോൺ ഇളമത അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ജീവിക്കണം, നമ്മൾ ആരും ജീവിക്കാൻ മറന്നു പോകരുത് എന്ന് അദ്ദേഹം ഈ നോവലിലൂടെ നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്പീഡ് റീഡിങ് ഇന്നലെ നടത്തി, അത്രേ ഉള്ളു കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചില്ല, എനിക്ക് മനസ്സിരുത്തി വായിക്കണം. 160 പേജുകളുണ്ട്, മനസ്സിരുത്തി വായിക്കണം. ഡീറ്റെയിൽ റീഡിങ്ങിന് ശേഷം അവസരം കിട്ടിയ ഞാൻ ഈ നോവലിനെ പറ്റി കൂടുതൽ കുറച്ചുകൂടെ രസകരമായിട്ട് പറയാൻ എനിക്ക് സാധിക്കും. താങ്ക് യു എല്ലാവർക്കും. എന്നെ ക്ഷമയോടുകൂടി പറ്റുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബുക്കാണെങ്കിലും തമാശ രൂപത്തിൽ അവതരിപ്പിച്ചത് വളരെ മനോഹരമാക്കി ആളുകൾക്ക് ബോറടിക്കാതെ കേൾക്കുവാനായിട്ട് ഇടയായി. ഞാൻ ഇതിന്റെ ടൈറ്റിൽ കേട്ടപ്പോൾ വേറൊരു രീതിയിലാണ് ചിന്തിച്ചത്, ജീവിക്കാൻ മറന്നുപോയത്. അത് യഥാർത്ഥത്തിൽ നല്ലൊരു നോവലായിട്ട് ഇനിയും എഴുതാൻ സാധിക്കും. എൻ്റെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. എങ്കിലും ചില ചിന്തകൾ മാത്രം നിങ്ങളോട് മാത്രം
ചെറിയ ചിന്തകൾ പറയാം. ജീവിക്കാൻ മറന്നുപോയെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതൊരു വശം, എന്നാൽ അതിനേക്കാൾ വേറൊരു വശമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഇവിടെ വന്ന് വളരെയധികം കഷ്ടപ്പെട്ടതിന് ശേഷം മക്കൾക്ക് വേണ്ടി അവർ വളരെയധികം ചെലവാക്കി. എന്നാൽ മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞപ്പോൾ മക്കളുടെ സഹായം കിട്ടാതെ കഴിഞ്ഞു. അവരെ ആർക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ചു? മക്കൾക്ക് വേണ്ടി. ആ മക്കൾ അവരെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മക്കൾക്ക് ഡ്രഗിന്റെ പ്രോബ്ലം ഉണ്ടാകുകയോ മെന്റൽ പ്രോബ്ലം ഉണ്ടാകുകയോ ചെയ്തു, അല്ലെങ്കിൽ ഡിവോഴ്സ്, പലവിധമായ പ്രശ്നങ്ങൾ നേരിടുന്നു. ഞാൻ ഫാമിലി മീഡിയേഷൻ ചെയ്യുന്നുണ്ട്. മെയില് റിലീഫ് കോർണർ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഞാനൊരു വെബിനാർ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഫാമിലി മീഡിയേഷൻ. റിലീഫ് കോർണർ ഇവിടെ ഒരു പ്രസിദ്ധമായ ഒരു ഓർഗനൈസേഷനാണ്. ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അത് ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ. ഞാൻ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതം ഒന്നേല്ല, എല്ലാവർക്കും ജീവിതമുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. എന്നാൽ പണ്ട് ഞാൻ SLC പഠിച്ചപ്പോൾ ഒരു സയൻസ് ടീച്ചർ അത് സെൻട്രൽ ടൈമിൽ പറഞ്ഞു, നമ്മൾ ഇത് മസ്റ്റാർഡ് സീഡ്, ഈ കടുക് മണികിടി, എന്നാൽ അതിൽ ചിലത് വലിയ വൃക്ഷമായിട്ട് മാറും, ചിലത് വൃക്ഷമാകത്തില്ല, അത് പട്ടുപോകും. അതുപോലെയാണ് ജീവിതം. ചിലരുടെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകും, ചിലരുടെ ജീവിതം തകർന്നു പോകും. പക്ഷെ ആരും രക്ഷിപ്പാനില്ല, സഹായിപ്പാനില്ല. റിലീഫ് കോർണർ പോലെയുള്ള സംഘടനയുടെ ഉദ്ദേശം അതാണ്. ഞാൻ ഫാമിലി മീഡിയേഷൻ സ്വന്തമായിട്ട് ചെയ്യുക. അതിന്റെ ഉദ്ദേശം ആളുകളെ യോജിപ്പിക്കുക. നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ ഒരുപാട് അമേരിക്കയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതേപോലെ ജീവിക്കാൻ മറന്നുപോയവർ ധാരാളമായിട്ടുണ്ട്. ഇന്ത്യയിലുണ്ട്, ഇവിടെയുണ്ട്. ആദ്യകാലങ്ങളിൽ വന്നവരെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. എന്നാൽ ചിലരെ നന്നായിട്ട് അവർ വന്നിട്ടുണ്ട്, അവരുടെ കുടുംബക്കാർ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് എക്സെപ്ഷനാണ്. അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഇനി അവസാനമായിട്ട് നമുക്കൊരു സ്റ്റോറിയാണ്. ഉടയാടകൾക്ക് ആത്മാവ്, മിസ്റ്റർ ജോൺ മാത്യു ആണ് അത് അവതരിപ്പിക്കുന്നത്. മലയാളം സ്റ്റോറി. വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. മാജിക് കരീസ് സ്റ്റൈലിൽ എഴുതിയപ്പെട്ട ഒരു സ്റ്റോറിയാണ്. മോഡേണിസത്തിൻ്റെയോ പോസ്റ്റ് മോഡേണിസത്തിൻ്റെയോ തത്വങ്ങളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതായത് നമ്മൾ പഠിക്കലാക്കാൻ പിന്നെ ഇപ്പം ഉടനെ ഒരു വലിയ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞൊരു ഡിസ്കഷനൊന്നും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ വായിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് എന്നോട് പറഞ്ഞാൽ മതി. പക്ഷെ വേറൊരു വ്യത്യസ്തമുള്ളത്, ഈ സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ടുള്ള ഇന്റർനാഷണൽ വിശ്വസാഹിത്യത്തിലെ ഏറ്റവും നല്ല സ്റ്റോറിയുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലാതെ സാധാരണ സ്റ്റോറി അല്ല. ഇതിനകത്ത് ഉള്ള ഓരോ ഫോമായും സ്പേസിന് പോലും എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ട്. ഞാൻ സ്റ്റോറി വായിക്കാണ്. ഉടയാടകൾക്കും ആത്മാവും. ഉടയാടകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ഉടുപ്പുകൾ. മൈക്രോഫോൺ അടുപ്പിച്ചു. അതെ, ഞാൻ കണ്ണീരവും നല്ല സുഖമായിട്ട് വായിക്കാം. ഗാഠനിദ്രയിലായിരുന്നു. ആദ്യം കണ്ണു തുറന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്ക് ഏതാനും മിനിറ്റുകൾ ബാക്കി. വാതിൽ ആരോ പൊട്ടുന്നു. ഉറക്കച്ചവടിനിടയിൽ ഭാര്യ പറഞ്ഞു, തുറക്കേണ്ട, ഭയത്തോടെ. ഈ പാതിരാത്രിക്ക് ആരാണ്? ടും ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. നിശബ്ദതയെ ഭേദിച്ച തുടർച്ചയായി. എങ്കിലും ചങ്ങലയിട്ട് സുരക്ഷിതമാക്കിയ വാതിലിന്റെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കി. ഒരു യുവതി, നൂറ്റാണ്ടിനപ്പുറത്തു നിന്നോ തേടിപ്പിടിച്ചെടുത്ത ഉടയാടുകളുമായി നവവധു വേഷത്തിൽ. വാതിൽ തുറക്കും, ദയനീയതയെ വിട്ടുനിന്ന സ്വയം. പേടിച്ചറിഞ്ഞ ഞാൻ വിതയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനിടയിൽ അടുത്ത മുറിയുടെ വാതിലിലും അവർ മുട്ടി വിളിച്ച് എന്നാ. തുടർന്ന് അകലെ ആ ശബ്ദം നിലനിർത്തുന്നതാണ്. പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം കരുതിയിരുന്ന ക്യാൻഡി ബാർ ഇവിടെ തിന്നു കൊടുത്തു. അവൾ ആരാണ്? ഹോട്ടൽ ലോബിയിലെ റിസപ്ഷനിസ്റ്റിനോട് രാവിലെ ചോദിക്കാം. അങ്ങനെ നേരം വെളുത്തുമെന്ന് അറിയാതെ ഒന്ന് മയങ്ങി. രാത്രിയിൽ കണ്ടത് ഒരു ദുസ്വപ്നം പോലെയാണ്. ഇപ്പോൾ കൂട്ടിയ കാപ്പിയുടെ രൂക്ഷവാസന.
പുതിയ ദിവസത്തിന്റെ ബാധ്യത കൈമാറ്റത്തിന് മുമ്പുള്ള ധൃതിയിലാണ് റിസപ്ഷനിസ്റ്റ് ജോലി. അത് അയാളുടെ ജോലിയാണ്. അടുത്ത പകൽ ഷിഫ്റ്റിലെ ജോലിക്കാർ കൈ കിട്ടിയ സുന്ദരപ്പെട്ടവന്മാർ എത്തുമ്പോഴേക്കും ലോബിയിൽ കാപ്പി എടുക്കുക, പത്രമാസികൾ അത് അതിന്റെ സ്ഥാനത്ത് വെക്കുക തുടങ്ങിയവ. ഒരു ചൂടുകാപ്പി എടുക്കുന്നതിനിടയിൽ ഞാൻ അയാളോട് ചോദിച്ചു, കഴിഞ്ഞ രാത്രി ഒരു ചെറുപ്പക്കാരി വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. അയാൾ ചോദ്യം അവഗണിച്ചു. രാത്രി ഉറക്കം ശരിയായില്ല. ഞാൻ വീണ്ടും. എനിക്കും ക്രൂരമായ മറുപടി. ഒരു വല്ലാത്ത മുഖഭാവത്തോടെ അയാൾ തുടർന്നു, ഇത് പ്രേതഭൂതവാസ ഹോട്ടലാണെന്ന് നിങ്ങൾക്കറിയില്ല. തടസ്സമായ വാക്കുകൾ. അയാൾ തൂക്കുതുറപ്പുകൾ തുടർന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന, കടലിലേക്ക് അഭിമുഖമായ, പാരമ്പര്യം നിലനിർത്തുന്ന ഹോണ്ടഡ് ഹോട്ടൽ എന്നൊക്കെയായിരുന്നു പരസ്യം. ഇതെല്ലാം ആസ്വദിക്കാനാണ് ഞങ്ങളും അവിടെ എത്തിയത്. അതുകൊണ്ട് ഇനിയും ഒരു പരാതിയും പ്രസക്തമുണ്ട്. ഭാര്യ എപ്പോഴും ഉറക്കമുണ്ടായിരുന്നില്ല. പ്രഭാത സൂര്യന്റെ ചെറുചൂട് തേടി, ഓണങ്ങളുടെ സൗന്ദര്യം തേടി ഞാൻ കടലോരത്തേക്ക് നടന്നു. വിശാലമായ മണൽപ്പരപ്പ്. ഇന്നലെ പരിചയപ്പെട്ട ഒരു വൃദ്ധൻ. അയാൾ എത്രയോ നേരത്തെ എത്തിയിരുന്നു. ബീച്ച് ചെയറുമായി ഞാൻ അയാളുടെ അടുത്ത് സ്ഥാനം പിടിച്ചു. രാത്രിയിലെ കടൽ കാഴ്ച പുറത്തു. ഹോട്ടൽ മുറിയുടെ ജനാലയിലൂടെ ഇരുട്ടിലെ കടൽ, വിശാലമായ ജലവിധാനം, കട്ടപിടിച്ച മൂടൽമഴ, വിദൂരതയിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളിലെ മങ്ങിയ വെളിച്ചം. ചിലപ്പോൾ ആകാശവും കടലും കൂട്ടിമുട്ടുന്നു. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ കടൽ വ്യത്യസ്തമാണ്. ആ കഥ നേരാണ്. വൃദ്ധൻ പറഞ്ഞു, സത്യമാണ്. തിരമാലകളുടെ നൃത്തം. വെള്ളിക്കെട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് തുറച്ചു. വൃദ്ധൻ തുടർന്നു, അതൊരു വലിയ കഥയാണ്. അല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നുള്ള ശബ്ദമാണ്. കടലിനപ്പുറത്തുള്ള കരകളിൽ നിന്ന് കുട്ടികളെ കൊതികളെ മോഷ്ടിച്ചോ കടത്തിക്കൊണ്ടുവരും. ഗണദേവന്മാരെ ഉത്പാദിപ്പിക്കാൻ. ദീർഘവീക്ഷണം. ഭൂമിയിലെ പണിക്ക് കായിക ബലമുള്ളവർ വേണം. അതുകൊണ്ട് അവർ കൂട്ടത്തോടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നാക്കിന്റെ തുമ്പ് മുറിച്ച് അമ്മമടിക്ക് തടയിട്ടു. അങ്ങനെ കടൽ കടന്ന് അവളും കാമുകരെ വിട്ടുപിരിഞ്ഞു. അവസാനത്തെ വെളിച്ചം കണ്ണിൽ നിന്ന് മറയുന്നിടം വരെ നിസ്സഹായനായ ആ കാമുകൻ കടത്തേക്ക് നോക്കി നിന്നു. പിന്നുള്ള ഹോട്ടൽ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് വൃദ്ധൻ, ഇവിടെയാണ് അവളെ തടഞ്ഞിലാക്കിയിരുന്നത്. ഉൾനാട്ടിൽ എവിടെയോ യാത്ര പോകാനുള്ള ഒഴിവും കാത്ത്. ഞാൻ തിരിഞ്ഞു നോക്കി. നല്ല വെട്ടിയ കൊണ്ട് നിർമ്മിച്ച ആ സൗധം, വായിൽ മൂടി പഴക്കം വിളിച്ചറിയിച്ച ആ സൗധം. അതിനു മുന്നിൽ കാലങ്ങൾ പഴക്കമുള്ള കൂറ്റൻ നോക്കുമരം, ചേർന്ന പൊക്കമുള്ള മലകൾ. പൂർണ്ണചന്ദ്ര ദിനങ്ങളിൽ ഇവിടെ ആത്മാക്കൾ നൃത്തം വെക്കുന്നു. വൃദ്ധം തുടർന്നു. മറ്റൊരു കപ്പലിൽ അവരുടെ കാമുകൻ പിന്നാലെ കൂടി. മൂടുന്നതിന് അപ്പുറത്ത് പുറംകടലിൽ ആ കപ്പൽ നങ്കൂരമിട്ടു. ഒന്ന് നിർത്തിയില്ല, നാടകീയമായി. തീരം ലക്ഷ്യമില്ല. കഥ കേൾക്കാൻ ഞാൻ സംഭവം തെരുവീർപ്പോടെ കെട്ടിടത്തിന്റെ മേലെ നിലയിൽ കടൽക്കാറ്റും ചില്ലിക്കൊമ്പുകളും ചന്ദ്രികയും ചേർന്ന് താഴ്ന്നു. അവൾ പൂനിലാവിന്റെ വാലിൽ തൂങ്ങി. അടുത്ത ദിവസം ആ കാമുകൻ അനന്തമായ താണ്ഡവത്തിൽ ലയിച്ചു. കടൽച്ചകളിൽ മീൻ ചൂണ്ടക്കാരുടെ നില. ഒരു നേരം പോക്ക്. വെയിലിന് ചൂടേറി വന്നു. ഞങ്ങൾ മടങ്ങി പോകാനില്ലായിരുന്നു. അവസാനമായി വൃദ്ധൻ പറഞ്ഞു, അതെ, അവളാണ് ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും വെള്ളിവെള്ള വെൽവെറ്റിൽ ചുവപ്പും നീലയും ഓറഞ്ച് നിറങ്ങളിലുള്ള ചിത്രങ്ങൾ തുന്നിച്ചേർത്ത ഉടയാടുകളുമായി എത്തുന്നത്. അവൾ ഇന്നും വരുന്നു. നേരം 12 മണിക്ക് ചക്കൗട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കെട്ടിടത്തോട് ചേർന്ന് ഉയർത്തിക്കെട്ടിയ ഒരു തലയിൽ സമൃദ്ധമായ നിറങ്ങളുമായി പൂക്കൾ. ഒരു നിമിഷം ഞാൻ അവിടെ തലതാഴ്ത്തി നിന്നു. ധ്യാനത്തിന് ശേഷം തലയുയർത്തിയപ്പോൾ നേരെ മുന്നിൽ കണ്ട അപരിചിതനോട് ഞാൻ ആത്മാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഉടയാടുകൾക്കും കാലാതീതമായ ജീവനുണ്ട്. ഭ്രാന്തൻ ഇല്ല, ഞാൻ പറയുന്ന സത്യമാണ്. അപ്പോൾ ജനം എന്നിൽ നിന്ന് ഓടിയറിയുകയായിരുന്നു. മിസ്റ്റർ ജോൺ മാത്യു അറിയപ്പെട്ട ഒരു കഥാകൃത്താണ്. ധാരാളം
കഥകൾ എഴുതിയിട്ടുണ്ട്. നല്ല നിരീക്ഷണ പാഠവും ഭാവന ശേഷിയുള്ളൊരു നല്ലൊരു എഴുത്തുകാരനാണ്. ഈ കഥ നിങ്ങൾ എല്ലാവരും കേട്ടു. ഇതിൻ്റെ കോപ്പി പലർക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. എന്നാൽ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സമയമില്ല. എന്നാൽ താല്പര്യമുള്ളവർ ഓരോരുത്തരായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്താൽ നന്നായിരിക്കും. ഞാൻ ആരുടെയും പേര് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ മൈക്ക് തന്നെയായിരിക്കും. ഗവൺമെന്റിന്റെ ഈ പുതിയ കാൽവെപ്പാണ്, ഒരു നിരീക്ഷണം അത് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് അഭിനന്ദനം. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഫ്രാൻസിന്റെ ചിന്താഗതികളായിട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവസാനത്തെ സെന്റൻസ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ലാസ്റ്റ് സെന്റൻസ്. അപ്പോൾ ആൾക്ക് ഭ്രാന്തായതുകൊണ്ട് അതിന് മാനസികമായ വികല്പമുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ ചിന്തകൾ വളരെ അർത്ഥവത്താണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നൽകിയതിന് അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം നൽകിയാണ്. അദ്ദേഹത്തിന് പേരോടൊന്ന് പറഞ്ഞാൽ